2023 ഓണാഘോഷത്തിന്റെ ചില രസകരമായ നിമിഷങ്ങൾ. ഈ വർഷത്തെ വൈറൽ ഓണാഘോഷങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മറ്റൊരു ഓണക്കാലം കൂടി കഴിഞ്ഞുപോയിരിക്കുന്നു. നിങ്ങളുടെ ഓണം എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ്? എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ഓണം എന്നാൽ പൂക്കളവും സദ്യയും മാത്രമല്ലല്ലോ, രസകരമായ മത്സരങ്ങൾ കൂടി ചേർന്നതല്ലേ. ഓരോ നാട്ടിലും ഓണപരിപാടികൾ നടത്തുന്നതിൽ ക്ലബ്ബുകൾ തമ്മിൽ വലിയ മത്സരമാണ്. അങ്ങനെ ഈ വർഷത്തെ ഓണപരിപാടികളിലെ രസകരമായ ചില നിമിഷങ്ങളാണ് ഫാക്സ് മോജോ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 16, ചാക്ക് ചാട്ടം. നാട്ടിലെ ഓണപരിപാടികളിലെ ഹൈലൈറ്റ് ഐറ്റമാണ് ചാക്കിലൂട്ടം. പേരുപോലെ തന്നെ ചാക്കിലിറങ്ങി നിന്ന് ചാക്കും പിടിച്ചു ഓടുക. ആരാണോ ഒന്നാമത് എത്തുന്നത് അവരാണ് വിജയി. പങ്കെടുക്കുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണെങ്കിലും കണ്ടു നിൽക്കുന്നവർ ചിരിച്ച് ഒരു വഴിക്കാവുന്ന ഒരു ഗെയിമാണിത്. ശരിയല്ലേ? അപ്പോൾ ഈ അടുത്ത് വൈറലായ ഒരു ചാക്കിലോട്ടം വീഡിയോയാണ് ഫാക്സ് മോജോയിൽ ഇന്നാദ്യം. രസകരമായ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ചാക്കിലോട്ടമല്ല ഇത്, ചാക്കിൽ ചാട്ടമാണ്. കുളത്തിലോട്ടെടുത്ത് ചാടുന്ന പോലെയല്ലേ പുള്ളിയുടെ ചാട്ടം. കൂടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഒരുപോലെ മിടുക്കന്മാരായതുകൊണ്ട് ജയിക്കാൻ വേണ്ടി ഇതല്ല, ചിലപ്പോൾ ഇതിനപ്പുറവും ചെയ്യേണ്ടി വരും. എന്തായാലും പുള്ളിയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ഒരു കയ്യടി കൊടുത്തേ പറ്റി. എന്നാലും ഇങ്ങനെയൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചു കാണില്ല. നമ്പർ 15, പോലീസ് മങ്കമാർ. തിരുവാതിര കളി ഇല്ലാതെ എന്തോണം അല്ലേ? അണിഞ്ഞൊരുങ്ങി മുണ്ടും നേരിയതും ഉടുത്ത് നൃത്തം ചെയ്യുന്ന മലയാളി വനിതകൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ സുഖം തരുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ തിരുവാതിരക്കളി സ്ത്രീകളുടെ മാത്രം കുത്തകയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം പുരുഷന്മാർ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് വൈറലായി മാറിയ ഈ പ്രകടനത്തിന് പിന്നിൽ. അണിഞ്ഞൊരുങ്ങി നല്ല ഒന്നാന്തരം മലയാളി മങ്കമാരായാണ് എല്ലാവരും ഡാൻസ് ചെയ്യുന്നത്. ഓണം വന്നപ്പോൾ ഉറങ്ങിക്കിടന്ന കല ഉണർന്നുവെന്ന് തോന്നുന്നു. കാക്കിക്കുള്ളിലെ കലാഹൃദയം കാണാതെ പോകരുതേ. നമ്പർ 14, ദേ മറ്റൊരു ഷാജിപ്പാപ്പൻ. ഓണം എന്ന് പറഞ്ഞാൽ പൂക്കളവും സദ്യയും മാത്രമല്ലല്ലോ, രസകരമായ മത്സരങ്ങൾ കൂടി ചേരുമ്പോഴല്ലേ ഓണാഘോഷം കൊഴുക്കൂ. അങ്ങനെ ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്ന ഒരു അടാർ മത്സരമാണ് വടംവലി. എന്ത് വില കൊടുത്തും സ്വന്തം ടീമിനെ ജയിപ്പിക്കും എന്നൊരാൾ ദൃഢനിശ്ചയം ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കും? അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സത്യം പറഞ്ഞാൽ ഇങ്ങേരില്ലായിരുന്നുവെങ്കിൽ ടീം തോറ്റേനെ. സംഭവം ടീമാണെങ്കിലും പുള്ളിയുടെ ഒരൊറ്റ ബലത്തിലാണ് അവർ ജയിച്ചതെന്ന കാര്യത്തിൽ നോ ഡൗട്ട്. എന്നാലും ഈ ഒരു പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഇതുപോലെ രസകരമായ കൂടുതൽ കാഴ്ചകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്പർ 13, ഉറിയടി വിത്ത് കളരി. ഉറിയടി ഇല്ലാതെ എന്തോണം? എങ്കിൽ പിന്നെ ഒരു കിടിലൻ ഉറിയടി കണ്ടാലോ? ഇത് വെറും ഉറിയടി അല്ല, ഒരൊന്നൊന്നര ഉറിയടിയാണ്. ഈ ഉറിയടിയോടൊപ്പം ചില കളരി മുറകളും നിങ്ങൾക്ക് കാണാം. വലതുമാറി ഇരുന്നമർന്ന് ഓതിരം, കടകം, മറുകടകം, ഇരുന്ന് വെട്ടി. ഓ യാ മോനെ, അത് കലക്കി. ചുവടുകൾ വളരെ കറക്റ്റ് ആയതുകൊണ്ട് ഉറി പൊട്ടിയത് കണ്ടില്ലേ? പുള്ളി ഒരു മാർഷൽ ആർട്സ് ട്രെയിനർ ആണോ എന്നാണ് എന്റെ ബലമായ സംശയം. എന്തായാലും ഇവൻ ആളൊരു കില്ലാടി തന്നെ. ഇതുപോലെ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഉറിയടി അനുഭവങ്ങളും കമന്റ് ചെയ്യണേ. നമ്പർ 12, ദേ പോണ്. കുറച്ചു നേരം വട്ടത്തിൽ കറങ്ങി പിന്നെ നീളത്തിലോടുന്ന ഒരു ഗെയിമാണ് അടുത്തത്. പറയുന്ന അത്ര സിമ്പിൾ അല്ല ഇത് കളിക്കാൻ. വട്ടത്തിൽ കുറച്ചു നേരം കറങ്ങുമ്പോഴേക്കും മിക്കവരുടെയും കിളി പാറിയിട്ടുണ്ടാകും. മൊത്തം കളിയും ഇനി ബ്രെയിൻ കൊണ്ടാണ്. എന്തായാലും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വട്ടം കറങ്ങി പിന്നെ ഈ ചേട്ടൻ ഇതെങ്ങോട്ടാ പോകുന്നത്? മുന്നിലുള്ള തടസ്സങ്ങളൊന്നും വകവെക്കാതെ ദേ ഒരു വാഴത്തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി പോകുന്നു. ദേ പോണാ പോക്ക് കണ്ടാ, മുട്ടിലെഴഞ്ഞ്. പുള്ളി ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് തോന്നുന്നു. ഓടുമ്പോഴൊക്കെ ഇടത്തേക്കൊരു സൈഡ് വലിവ് കണ്ടില്ലേ? എത്ര വീണാലും ഉരുണ്ടാലും പിന്നെയും എഴുന്നേറ്റ് ഓടി ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള ആ സ്പിരിറ്റിന് കൊടുക്കാം ഒരു കൈയടി. ബ്രെയിനിന്റെ ബാലൻസ് തെറ്റിയാൽ ദേ ദിങ്ങിനിരിക്കും കാര്യങ്ങൾ. നമ്പർ 11, ഒരു വിക്ഷേപണ കഥ. നല്ല കീട്ടിലൻ ഒരു ചാക്കിലൂട്ടം കൂടി കണ്ടാലോ? രാജ്യം മുഴുവൻ ചന്ദ്രയാൻ വിക്ഷേപണത്തിന് പുറകെയാണല്ലോ. പക്ഷെ കേരളത്തിൽ വൈറലായി മാറിയ വിക്ഷേപണം ദേ ഇതാണ്. കൗണ്ട് ഡൗൺ 3, 2, 1, 0. ലോകമേ കാണൂ, ഇതാ ഞങ്ങൾ ചന്ദ്രനിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങളൊന്നും എത്താത്ത ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള യാത്രയിലാണ്. ലോകത്തിന് തന്നെ വലിയ അസറ്റാകാൻ പോകുന്ന ഒരുപാട് അറിവുകൾ ഞങ്ങളുടെ ലാൻഡർ, ഞങ്ങളുടെ റോവർ ലോകത്തിലേക്ക് എത്തിക്കാൻ പോകുന്നു. കാത്തിരിക്കൂ ലോകമേ. ഓ മൈ ഗോഡ്, നമ്മുടെ ലാൻഡറിനെ എത്തിപ്പറ്റി. എന്തായാലും വിക്ഷേപണ ദൗത്യം വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. തലകുത്തി മറിഞ്ഞെങ്കിൽ എന്താ, അവസാനം ചേട്ടൻ സമ്മാനം വാങ്ങിച്ചുകൊണ്ടല്ലേ വീട്ടിൽ പോയത്? പുള്ളി ചാക്കിൽ ഓടുകയല്ല, ചാക്കിൽ പറക്കുകയായിരുന്നു. ഈ ചേട്ടന്റെ പെർഫോമൻസ് ഇഷ്ടമായെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് ഇട്ടോളൂ. നമ്പർ 10, സ്ലോ റേസിംഗ്. ത്രസിപ്പിക്കുന്ന മത്സരങ്ങൾ കണ്ട് ക്ഷീണിച്ചെങ്കിൽ ഇനി അല്പം സ്ലോ റേസ് ആവാം.
സൈക്കിളിൽ ഏറ്റവും സ്ലോ ആയി വീഴാതെ ബാലൻസ് ചെയ്ത് എത്തുന്നതാണ് സ്ലോ റേസ്. ആരും ഈ അഭ്യാസം വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്നാണ് ഫാക്സ് മോജോയുടെ റിക്വസ്റ്റ്. സ്ലോ റേസ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ സ്ലോ ആയി ഓടിക്കുന്നതാണ്, അല്ലാതെ സൈക്കിൾ ഇങ്ങനെ അനക്കാതെ വെക്കുന്നതല്ല എന്ന് ഇവനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടേ. ഞാൻ മുന്നേ പറഞ്ഞതല്ലേ സജിയേട്ടാ, ഇവിടെ സേഫ് അല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്കിയേ, ഇതാ ഒരു കിടിലം സർക്കസ്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. ഈ റേസ് എപ്പോഴാ കഴിഞ്ഞേ എന്തോ. സ്ലോ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ അൾട്രാ സ്ലോ ആവുമെന്ന് കമ്മിറ്റിക്കാര് പോലും വിചാരിച്ചു കാണില്ല. നമ്പർ 9, ഓണം സ്പെഷ്യൽ ഡിഷ്. വലിയ വലിയ ഹോട്ടലുകളിൽ ഫുഡ് കഴിക്കാൻ പോയാൽ അവിടുത്തെ സെറ്റപ്പ് കാരണം സ്ഥിരം അമളി പറ്റുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും ആശ്വാസം ലഭിക്കും. ഫോർക്കും സ്പൂണും ഒക്കെ ഉപയോഗിച്ച് നല്ല കിടിലൻ ഏതോ പുതിയ ഡിഷ് കഴിക്കാനുള്ള ശ്രമത്തിലാണ് പുള്ളി. പരിചയമില്ലാത്ത ഐറ്റം ആയതുകൊണ്ട് ഇത് എവിടെ നിന്ന് തുടങ്ങുമെന്ന് അങ്ങേർക്ക് വലിയ ധാരണയില്ല. എന്നാലും ഇതെന്നാ ചാതനോ? ടവലായിരുന്നോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നത്? ഓണത്തിന് പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ആക്കി കടയിൽ കയറിയ പുള്ളി എന്തോ പുതിയ അത്തപ്പൂ സ്റ്റൈലിലുള്ള ഐറ്റമാണെന്ന് ഓർത്ത് കാണും. സാരമില്ല, ഒരു അബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ഇതുപോലെയുള്ള അക്കിടികൾ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിലേക്ക് വന്നോളൂ. നമ്പർ 8, തൊട്ടാൽ പൊട്ടും. ഓണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഭവങ്ങൾ നിറഞ്ഞ സദ്യ മാത്രമല്ലല്ലോ, വൈവിധ്യമാർന്ന മത്സരങ്ങളുടെ ഒരു ഉത്സവം കൂടിയല്ലേ. അങ്ങനെ ഒരു വ്യത്യസ്തമായ മത്സരമാണ് ഓണത്തല്ല്. പേരുപോലെ തന്നെ കയ്യൂക്കുള്ളവരുടെ മത്സരമാണ് ഓണത്തല്ല്. അത്രയും അടി കൊണ്ടിട്ടും കറുപ്പ് ഡ്രസ്സിലെ ഈ ചേട്ടൻ ശീല പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇനി ഇത് പുള്ളിയുടെ സ്ട്രാറ്റജി വല്ലതുമാണോ? മറ്റേ ചേട്ടൻ ജയം ഉറപ്പിച്ചെന്ന് തോന്നുന്നു. ആ ചിരി കണ്ടില്ലേ? ദാണ്ടെ നമ്മുടെ കറുപ്പ് ഡ്രസ് ഇട്ട ചേട്ടൻ ഒന്ന് തൊട്ടപ്പോഴേക്കും മറ്റേ ചേട്ടൻ ദാ കിടക്കുന്നു താഴെ. ചേട്ടൻ ആളൊരു നിഷ്കുവായിരുന്നു അല്ലേ? എന്നാലും ആ ചേട്ടൻ പോയൊരു പോക്കേ. നമ്പർ 7, ക്യാമറ അടി. ഇനി വീണ്ടും മറ്റൊരു ഉറിയടി കോമഡി കണ്ടാലോ? കണ്ണും കെട്ടി വടിയും കൊടുത്ത് ചെക്കനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കണ്ടറിയണം കോശി, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കൗണ്ട് ഡൗൺ കഴിഞ്ഞതും ചെക്കൻ വടിയെടുത്തൊരു വീശ്. തടി കൊണ്ടത് ഉറിക്കല്ല, പകരം ക്യാമറയ്ക്കാണ്. ക്യാമറമാൻ മിക്കവാറും ക്യാമറ ഇട്ട് കണ്ടം വഴി ഓടിക്കാണും. നമ്പർ 6, തിരുപ്പന. അടുത്തതൊരു മോഡേൺ ഡാൻസ് പെർഫോമൻസ് ആണ്. തിരുപ്പന എന്നാണ് ഈ പുതിയ കലാരൂപത്തിന്റെ പേര്. കേട്ടപ്പോൾ ഇതെന്താ ഈ മോജോ പറയുന്നതെന്ന് തോന്നിക്കാണും. എന്നാൽ ഇത് കണ്ടോ, പുതിയ വെർഷനാ. തിരുവാതിര പ്ലസ് ഒപ്പന, തിരുപ്പന. എന്താ വെറൈറ്റി അല്ലേ? ചേച്ചിമാർ ഓണമാണെന്ന് മറന്നു പോയെന്ന് തോന്നുന്നു. നമ്പർ 5, അൽ ഉറിയടി. ഇത് ഉറിയടിയുടെ കുറച്ച് അപ്ഡേറ്റഡ് വെർഷനാണ്. ഒരു മോഡേൺ ഉറിയടി. ചത്താലും വിട്ടുതരില്ല എന്ന് പറഞ്ഞാണ് വലിക്കുന്നവനും തൂങ്ങിക്കിടക്കുന്നവനും. ഇതിനുടനെ ഒന്നും തീരുമാനമാകുമെന്ന് തോന്നുന്നില്ല. എന്നാ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. Come on guys, let's move on. Number 4, on the floor baby. ഇനിയൊരു മാസ്മരിക സോളോ ഡാൻസ് പെർഫോമൻസ് കാണാം. ഈ അപ്പച്ചനാണ് ഇന്നത്തെ നമ്മുടെ നായകൻ. കാലത്തെ പുള്ളിയുടെ തലയ്ക്ക് ആരോ കയറി പിടിച്ചതാണെന്ന് തോന്നുന്നു. എന്താ ഒരു എനർജി! ഈ പ്രായത്തിലും ഇതാണ് എനർജി എങ്കിൽ പുള്ളിയുടെ നല്ല പ്രായത്തിൽ എന്തായിരുന്നിരിക്കും? പണ്ടത്തെ മൈക്കിൾ ജാക്സൺ ആണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ടഫ് സ്റ്റെപ്സ് കണ്ടോ? അപ്പച്ചന്റെ ഈ മാസ്റ്റർ പീസ് സ്റ്റെപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? നമ്പർ 3, ഇനി സ്വൽപ്പം കറങ്ങിയാലോ? ഇതാ മറ്റൊരു രസകരമായ ഗെയിം. കറങ്ങി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. ലെവൻ പോയി ഇടിച്ച് മറ്റവന്റെ കിളി കൂടി പറത്തി. എന്നാലും തൊട്ടടുത്തുള്ള ആളെ തട്ടാതെ മൂന്നാമത്തെ ആളെ പോയി തട്ടിയത് എങ്ങനെയാണോ എന്തോ. ഇവിടെ നടക്കുന്നതൊന്നും അറിയാതെ കപ്പടിക്കാൻ പോയ ആ രണ്ടാമത്തെ ചേട്ടന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആരും കാണാതെ പോവല്ലേ. നമ്പർ 2, ഊഞ്ഞാലില്ലാതെ എന്തോണം? ഊഞ്ഞാലില്ലാതെ എന്തോണം അല്ലേ? എങ്കിൽ പിന്നെ അടിപൊളി ഒരു ഊഞ്ഞാലാട്ടം കണ്ടാലോ? ഊഞ്ഞാലിൽ സാധാരണ നമ്മൾ എങ്ങനെയാണ് ആടാറ്? ഒന്നെങ്കിൽ ഇരുന്നാടും അല്ലെങ്കിൽ നിന്നാടും. എന്നാൽ രണ്ടും കൂടെ ഒരുമിച്ചായാലോ? അതെങ്ങനെ? കണ്ടു നോക്കൂ. അമ്മയും അമ്മൂമ്മയും മാടി തകർക്കുവാണല്ലോ. ഇവരിപ്പോ വീഴുമെന്ന് കരുതി വീഡിയോ കണ്ടവരാരൊക്കെ? എന്തായാലും കുറച്ചു നേരത്തേക്ക് എല്ലാവരും നന്നായി ടെൻഷൻ അടിച്ചു. ആ ചേച്ചിയുടെ ഉശിര് കണ്ടില്ലേ? ഊഞ്ഞാലാട്ടത്തിൽ ഇവരൊരു കില്ലാടി തന്നെ. നമ്പർ 1, ശരിക്കും ഞാൻ ഏതാ ടീം? ഈ വർഷത്തെ ഓണത്തിന് ഏറ്റവും കൂടുതൽ വൈറലായി മാറിയ ഒരു വടംവലി വീഡിയോയോടുകൂടി ഫാക്സ് മോജോയുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊരു വനിതാ വടംവലി വീഡിയോ ആണ്. പക്ഷേ സ്റ്റാർ ഓഫ് ദ ഡേ അവാർഡ് ഗോസ് ടു ദാറ്റ് നൈറ്റ് ഇട്ട ചേച്ചി. ചേച്ചിയെ ആരോ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ചേച്ചി ഏതാ ടീമെന്ന് ആ ചേച്ചിക്ക് തന്നെ വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു. അബദ്ധം പറ്റിയതാണോ? ഏയ്, അബദ്ധം പറ്റിയതല്ല. പിള്ളേര് ജയിച്ചോട്ടെ എന്ന് ഓർത്ത് ചെയ്ത ചേച്ചിയുടെ മനസ്സാരും കാണാതെ പോകല്ലേ. അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം ടീമിന്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് ഇങ്ങനെ വലിക്കുമോ? ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ തീർച്ചയായും എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്.
ഇന്ന് കണ്ടതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച വീഡിയോ ഏതാണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഓണാഘോഷ അനുഭവങ്ങൾ പങ്കുവെക്കാനും മറക്കരുത്. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സ്ക്രീനിൽ കാണുന്ന വീഡിയോ കൂടി കണ്ടു നോക്കൂ. ഓണവും ആഘോഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി ഉടനെ കാണാം. See you soon.